KT ജലീലിനെതിരായി ബന്ധുനിയമന ആരോപണം മുസ്ലിം യൂത്ത് ലീഗ് ഉയർത്തിക്കൊണ്ടുവന്നപ്പോൾ CPM തുടക്കത്തിൽ KT ജലീലിനെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ചിരുന്നില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അന്ന് മാധ്യമങ്ങളോട് സംസാരിക്കാൻ KT ജലീലിന് അനുകൂലമായി ചർച്ചകളിൽ പങ്കെടുക്കാനൊക്കെ CPMൻ്റെ നേതാക്കൾ ആരും തന്നെ രംഗത്ത് വന്നിരുന്നില്ല. എന്നാൽ ശ്രീ കോടിയേരി ബാലകൃഷ്ണനെ KT ജലീൽ സന്ദർശിച്ചതിന് ശേഷമാണ് CPM KT ജലീലിനെ സംരക്ഷിക്കുന്ന നിലപാടുമായി രംഗത്ത് വന്നത് എന്നുള്ളത് നമ്മളൊക്കെ കണ്ട കാര്യമാണ്. ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ തന്നെ പരസ്യമായി KT ജലീലിന് സമുദായത്തിൻ്റെ പിന്തുണയുണ്ട്, അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആരോപണം ഉയർന്നു വരുന്നത് എന്ന രീതിയിൽ അദ്ദേഹത്തെ ന്യായീകരിക്കുന്ന പ്രസ്താവനയുമായി രംഗത്ത് വന്നിരുന്നു. എന്നാൽ ഇക്കഴിഞ്ഞ ദിവസം ഞങ്ങൾ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സമാനമായ രീതിയിൽ CPMൻ്റെ നേതാക്കളുടെ ബന്ധു നിയമനത്തെ സംബന്ധിച്ച് കൃത്യമായ അറിവുള്ള ശ്രീ KT ജലീൽ അക്കാര്യം ശ്രീ കോടിയേരി ബാലകൃഷ്ണനെ ഒരു ബ്ലാക്ക് മെയിൽ രൂപേണ ധരിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് CPM ഇത്തരത്തിൽ അദ്ദേഹത്തിന് സംരക്ഷണവുമായി രംഗത്ത് വരാൻ പാർട്ടിയെ പ്രേരിപ്പിച്ചത് എന്നൊരാരോപണം ഇക്കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ യൂത്ത് ലീഗ് ഉന്നയിച്ചിരുന്നു. അതിൻ്റെ തെളിവുകൾ മാധ്യമങ്ങളുടെ മുമ്പാകെ ഹാജരാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ളൊരു പത്രസമ്മേളനം വിളിച്ചു ചേർത്തത്. ശ്രീ KT ജലീൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരിക്കെ അദ്ദേഹത്തിൻ്റെ തന്നെ വകുപ്പിന് കീഴിലുള്ള ഇൻഫർമേഷൻ കേരള മിഷൻ IKM എന്ന സ്ഥാപനത്തിൽ CPMൻ്റെ മുൻ MLAയും സമുന്നതനായ നേതാവുമായ ശ്രീ കോലിയക്കോട് കൃഷ്ണൻ നായരുടെ സഹോദരൻ്റെ മകനായ ശ്രീ DS നീലകണ്ഠൻ എന്ന ആളെ 1 ലക്ഷം രൂപ ശമ്പള നിരക്കിൽ 5 വർഷത്തേക്ക് കരാറടിസ്ഥാനത്തിൽ നിയമിച്ചു എന്ന വിവരമാണ് ശ്രീ കോടിയേരി ബാലകൃഷ്ണനെ സന്ദർശിച്ചപ്പോൾ അദ്ദേഹം ബോധ്യപ്പെടുത്തിയത്. ഈ DS നീലകണ്ഠൻ എന്ന് പറയുന്ന ആൾ CPMൻ്റെ നേതാവിൻ്റെ സഹോദരൻ്റെ മകൻ മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ എന്ന് പറയുന്ന ആൾ CPIയുടെ സംസ്ഥാന പ്രവർത്തക സമിതി അംഗമായ ദാമോദരൻ നായരുടെ മകൻ കൂടിയാണ്. ഒരേ സമയം CPMനെയും CPIയെയും പ്രതിക്കൂട്ടിൽ നിർത്താൻ KT ജലീലിന് സാധിച്ചു എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ വ്യക്തമായത്. ഇതിനുവേണ്ടി ഒരുപാട് മാൽ പ്രാക്ടീസുകൾ നടന്നിട്ടുണ്ട്. അതിലൊന്നും KT ജലീലിന് പങ്കില്ല. നമ്മളില്ലാത്തൊരാരോപണം നമ്മൾ ഉന്നയിക്കുന്നത് ശരിയല്ല. ഇതെല്ലാം ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ്റെ പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്ന ശ്രീ M രാഘവൻ, അദ്ദേഹം ശ്രീ KT ജലീൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരിക്കെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ്റെ നിർദ്ദേശമനുസരിച്ച് KT ജലീൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിയായ M രാഘവൻ മുഖാന്തിരം ഇന്ന് കോഴിക്കോട് ജില്ലാ കലക്ടറായ ശ്രീ സാംബറാവു IAS അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ നിയമനം നടന്നിട്ടുള്ളത്. ഈ നിയമനത്തിലെ ക്രമക്കേടുകൾ പരിശോധിച്ചാൽ അതിൻ്റെ രേഖകളൊക്കെ മാധ്യമങ്ങൾക്ക് വിതരണം ചെയ്യാൻ വേണ്ടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് പത്രസമ്മേളനത്തിന് ശേഷം വിതരണം ചെയ്യും. ആദ്യം ശ്രീ സാംബറാവു IAS ടെക്നിക്കൽ ഡയറക്ടർ എന്നൊരു പോസ്റ്റിലേക്കാണ് ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്തത് 1/4/2017. എന്നാൽ അന്ന് ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ശ്രീ
DS നീലകണ്ഠൻ അദ്ദേഹത്തിന് അവിടുന്ന് വിടുതൽ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല, സ്വകാര്യ സ്ഥാപനത്തിലെ കോൺട്രാക്റ്റ് കഴിയാത്തതുകൊണ്ട്. ഡെപ്യൂട്ടേഷൻ കരാർ അടിസ്ഥാനത്തിലാണ് അപേക്ഷ ക്ഷണിച്ചത്. എന്നാൽ ഗവൺമെൻറ് സർവീസിലുള്ള മുഹമ്മദ് അസീർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിച്ചു. അപ്പോൾ യോഗ്യതയുള്ള ഒരാൾ ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ അപേക്ഷ സമർപ്പിച്ചപ്പോൾ ഇവർ മനസ്സിൽ കണ്ട ആളെ നിയമിക്കാൻ കഴിയാത്ത സാഹചര്യം വന്നു. അതുകൊണ്ട് ആ പോസ്റ്റിലേക്ക് ആരെയും നിയമിക്കാതെ അവിടെ തന്നെ വെച്ചു. എന്നിട്ട് തൊട്ടടുത്ത മാസം 24/5/2017 ഈ പോസ്റ്റിൻ്റെ പേര് മാറ്റിയിട്ട് പുതിയൊരു പോസ്റ്റാക്കി അപേക്ഷ കോൾ ഫോർ ചെയ്തു. ഡെപ്യൂട്ടി ഡയറക്ടർ ടെക്നിക്കൽ എന്നാണ് പേര് കൊടുത്തത്. ശമ്പളം നേരത്തെ ടെക്നിക്കൽ ഡയറക്ടർക്ക് 1 ലക്ഷമാണെങ്കിൽ ഇതിനും 1 ലക്ഷം. അതിൻ്റെ യോഗ്യത എന്താണോ അതേ യോഗ്യത, അതിൻ്റെ എക്സ്പീരിയൻസ് എന്താണോ അതേ എക്സ്പീരിയൻസ് വെച്ച് ഡെപ്യൂട്ടി ഡയറക്ടർ ടെക്നിക്കൽ എന്നൊരു പദവിയിലേക്ക് വീണ്ടും അപേക്ഷ കോൾ ഫോർ ചെയ്തു. അപ്പോൾ മുഹമ്മദ് അസീർ അപേക്ഷ കൊടുത്തില്ല. കാരണം അദ്ദേഹം വേറൊരു പോസ്റ്റിലേക്ക് അപേക്ഷ കൊടുത്തതുകൊണ്ട് ഈ പോസ്റ്റിലേക്ക് അദ്ദേഹം അപേക്ഷ കൊടുത്തില്ല. അങ്ങനെ വേണം കരുതാൻ. 37 അപേക്ഷകളുണ്ടായി. അതിൽ 10 പേരെ ഒഴിവാക്കി 27 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. 13/7/2017 ഇൻ്റർവ്യൂ നടത്തി. ഇൻ്റർവ്യൂ നടത്തിയപ്പോൾ യോഗ്യതയിൽ ഒന്നാമത് നിൽക്കുന്നത് സന്തോഷ് മേലേക്കളത്തിൽ എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഇൻ്റർവ്യൂവിൽ മാർക്ക് കുറച്ച് 2ാം റാങ്കുകാരനാക്കി. സന്തോഷ് മേലേക്കളത്തിൻ്റെ അത്ര യോഗ്യതയില്ലാത്ത, ഈ യോഗ്യതയിൽ പ്രത്യേകം എടുത്തു പറഞ്ഞ PMP എന്ന് പറയുന്ന യോഗ്യതയില്ലാത്ത DS നീലകണ്ഠനെ 1ാം റാങ്കുകാരനുമാക്കി. ഇൻ്റർവ്യൂവിൽ ഇദ്ദേഹത്തിനേക്കാളും 4 മാർക്ക് കൂടുതൽ കൊടുത്തു. അതിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ മാർക്ക് ഷീറ്റ് മാധ്യമങ്ങളുടെ മുമ്പാകെ വിതരണം ചെയ്യാൻ വേണ്ടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാ യോഗ്യതയുമുള്ള ഒരേ എക്സ്പീരിയൻസ് ഉള്ള 17 വർഷമാണ് ഈ സന്തോഷിനും എക്സ്പീരിയൻസ്, 17 വർഷമാണ് ഈ DS നീലകണ്ഠനും എക്സ്പീരിയൻസ്. പക്ഷേ മാർക്ക് സന്തോഷിൻ്റെ മാർക്കിനേക്കാളും 1 മാർക്ക് കൂടുതൽ ഇദ്ദേഹത്തിന്. അതുപോലെ ഇൻ്റർവ്യൂവിൽ 3 മാർക്ക് കൂടുതൽ. അങ്ങനെ 4 മാർക്ക് കൂടുതൽ കൊടുത്താണ് ഇദ്ദേഹത്തിൻ്റെ അത്ര യോഗ്യതയില്ലാത്ത ഈ നീലകണ്ഠൻ DS-നെ ഈ അർത്ഥത്തിൽ 1ാം റാങ്കുകാരനാക്കി മാറ്റി നിയമിച്ചത് എന്ന് നമുക്ക് വ്യക്തമാകും. ഇനി ഏറ്റവും രസകരമായ കാര്യം, 24/7/2017 ഇദ്ദേഹത്തെ അപ്പോയിൻ്റ് ചെയ്തു. ഈ പറയുന്ന നമ്മുടെ ബന്ധുവിനെ, ഈ പറഞ്ഞ നേതാക്കന്മാരുടെ ബന്ധുവായ ശ്രീ നീലകണ്ഠൻ DS-നെ 24/7/2017 അപ്പോയിൻ്റ് ചെയ്തു. 7/8/2018 കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. ആ കോൺട്രാക്റ്റിൽ കൃത്യമായി പറയുന്നു 1 ലക്ഷം രൂപയാണ് ശമ്പളം, 5 വർഷമാണ് കാലയളവ്. എന്നാൽ പത്രപരസ്യത്തിലൊന്നും ഈ 5 വർഷം കാലയളവൊന്നും പറഞ്ഞിട്ടില്ല. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ 5 വർഷം കോൺട്രാക്റ്റ് എന്നൊരു സംവിധാനമില്ല, അങ്ങനെ ഒരു കീഴ്വഴക്കമില്ല. അന്വേഷിച്ചിടത്തോളം 1 വർഷമാണ് കരാറിൻ്റെ കാലാവധി. എന്നാൽ ഇദ്ദേഹത്തിന് 5 വർഷം എന്ന കോൺട്രാക്റ്റ് കൊടുത്തു. നിങ്ങളൊരു കാര്യം ഓർക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല, KT ജലീൽ പത്രസമ്മേളനം നടത്തുമ്പോൾ ഇടക്കിടക്ക് പറയാറുണ്ട്, വെറും 80,000 രൂപ മാസ ശമ്പളവും 1 വർഷം, കേവലം 1 വർഷം കോൺട്രാക്റ്റും ആണ് ഞാൻ കൊടുത്തത്, അതിനാണ് ഇത്ര കോലാഹലം ഉണ്ടാക്കുന്നത് എന്നാണ്. എന്ന് പറഞ്ഞാൽ അതിനേക്കാളും കൂടുതൽ ശമ്പളം കൊടുത്ത 5 വർഷം കരാറടിസ്ഥാനത്തിൽ നിയമിച്ച ഒരാളെ എനിക്കറിയാമെന്ന് പറയാതെ പറയുകയായിരുന്നു അദ്ദേഹം. അത് കേൾക്കുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ച് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ, അത് മനസ്സിലാകും എന്ന നിലക്കായിരിക്കണം അദ്ദേഹം അത് ആവർത്തിച്ച് എല്ലാ പത്രസമ്മേളനങ്ങളിലും അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലുമൊക്കെ അത് പറഞ്ഞത്. ഇനി രസകരമായ കാര്യം, ഈ 7/8/2017 എഗ്രിമെൻ്റ് സൈൻ ചെയ്തു, കോൺട്രാക്ട് സൈൻ ചെയ്തു. അതിൻ്റെ തൊട്ട് മുമ്പ് 24/7/2017 അദ്ദേഹത്തിന് അപ്പോയിൻമെൻറ്റ് ഓർഡറും കൊടുത്തു. എന്നാൽ ഗവൺമെൻറ് ഇദ്ദേഹത്തിന് ശമ്പളം അംഗീകരിക്കുന്നത് 30/8/2017 ക്യാബിനറ്റ് യോഗത്തിലാണ്. കാരണം നേരത്തെ ഇറക്കിയ ക്യാബിനറ്റ് ഉത്തരവിൽ ശമ്പളം 80,000 ആയിരുന്നു. ആ ഉത്തരവ് മറികടക്കുന്നത് ഇദ്ദേഹത്തിന് അപ്പോയിൻമെൻറ്റ് ഓർഡറും കോൺട്രാക്റ്റും ഒക്കെ സൈൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ്
സർക്കാർ ഉത്തരവായി ക്യാബിനറ്റ് 31/8/2017 30/8/2017 ക്യാബിനറ്റിലാണ് ഈ തീരുമാനം വരുന്നത്. 31/8/2017 ഈ ഉത്തരവായി ഇറങ്ങുന്നത്. പിന്നീട് അതിൻ്റെയും രേഖകൾ നിങ്ങൾക്ക് വിതരണം ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട്. പിന്നീട് 29/12/2017 ഈ ശ്രീ നീലകണ്ഠൻ DS എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് 1,25,000 ആക്കി ശമ്പളം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ശ്രീ സാംബറാവു IAS ഒരു കത്ത് കൊടുക്കുന്നു. അദ്ദേഹമായിരുന്നു അന്ന് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഇൻചാർജ്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലുള്ള ഇൻഫർമേഷൻ കേരള മിഷൻ. ഈ ഇൻഫർമേഷൻ കേരള മിഷൻ എന്ന് പറഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കീഴിലുള്ള മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത്, കോർപ്പറേഷൻ ഇതെല്ലാം കമ്പ്യൂട്ടർ വൽക്കരിക്കുന്നതിന് വേണ്ടി, അതിനകത്ത് സോഫ്റ്റ്വെയർ തയ്യാറാക്കുന്നതിന് വേണ്ടി, നവീകരിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു സ്ഥാപനമാണ് ഈ IKM എന്ന് പറയുന്ന ഇൻഫർമേഷൻ കേരള മിഷൻ. അതിൻ്റെ ഏറ്റവും ഉയർന്ന പോസ്റ്റായ ഡെപ്യൂട്ടി ടെക്നിക്കൽ ഡയറക്ടർ പദവിയിലാണ് ഈ പറഞ്ഞ കോലിയക്കോട് കൃഷ്ണൻ നായരുടെ സഹോദരൻ്റെ മകനും ദാമോദരൻ നായരുടെ മകൻ കൂടിയായ ശ്രീ നീലകണ്ഠൻ DS നിയമിച്ചത്. അപ്പോൾ നിയമിച്ചു കഴിഞ്ഞ് DS നിയമിച്ചു കഴിഞ്ഞ് 29/12/2017 ഇദ്ദേഹം കത്ത് കൊടുക്കുകയാണ്. ഈ KT അദീബ് നേരത്തെ കത്ത് കൊടുത്തതുപോലെ ശമ്പളം കൂട്ടിത്തരണം, ആനുകൂല്യങ്ങൾ കൂട്ടിത്തരണം എന്ന് പറഞ്ഞതുപോലെ ഒരു കത്ത് കൊടുക്കുകയാണ്. 1,25,000 ആക്കണമെന്ന് ആവശ്യപ്പെട്ട്. ആ കത്ത് പരിഗണിച്ചുകൊണ്ട് 22/5/2018 10% ഇൻക്രിമെൻ്റ് വർദ്ധിപ്പിക്കാൻ വേണ്ടി എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനിക്കുകയാണ് ഈ ശ്രീ സാംബറാവു IAS നേതൃത്വത്തിൽ. എന്ന് പറഞ്ഞാൽ മാസം 1,10,000 ഒറ്റയടിക്ക്. അതേസമയം ആ സ്ഥാപനത്തിലെ മറ്റെല്ലാ ജീവനക്കാർക്കും ഇൻക്രിമെൻ്റ് 2%. 20,000 രൂപ ശമ്പളമുള്ളവൻ 2% ഇൻക്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ 400 രൂപ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ശമ്പളം 1,10,000 ഇനി ഏതാനും മാസങ്ങൾ കൂടി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശമ്പളം വീണ്ടും വർദ്ധിക്കും. വീണ്ടും 10%. ഓരോ വർഷവും 10% എന്ന് പറഞ്ഞാൽ ഇനി 11,000 കൂടും. 5 വർഷമാകുമ്പോഴേക്ക് ഏതാണ്ട് 2 ലക്ഷം രൂപയുടെ അടുത്ത് അദ്ദേഹത്തിന് ശമ്പളം ഉണ്ടാവും. 1.5 ലക്ഷത്തിൻ്റെ മുകളിൽ. അപ്പോൾ ആ സ്ഥാപനത്തിലെ മറ്റെല്ലാ ജീവനക്കാർക്കും 2% ഇൻക്രിമെൻ്റ് എങ്കിൽ ഈ മാന്യന് മാത്രം 10% ഇൻക്രിമെൻ്റ്. കേരളത്തിൽ അങ്ങനെ കേട്ടുകളിവില്ല. 10% ഇൻക്രിമെൻ്റ്, അതും 5 വർഷത്തേക്ക്. ഇനി ഞാൻ ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ, ഈ വിവരങ്ങളൊക്കെ നിങ്ങൾക്കറിയാം, KT ജലീലുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെയാണ് നമുക്ക് വിവരങ്ങൾ കിട്ടിയത്. അതുകൊണ്ടാണ് KT ജലീൽ കോടിയേരി ബാലകൃഷ്ണനെ ഇക്കാര്യം ധരിപ്പിച്ചു എന്ന് ആധികാരികമായി പറയാനുള്ള കാരണം. ഇനി വിവരാവകാശ പ്രകാരം ഞാൻ ചില ചോദ്യങ്ങൾ ചോദിച്ചു IKM-നോട്. എത്ര ശതമാനം ഇൻക്രിമെൻ്റാണ് കൊടുക്കുന്നത് ജീവനക്കാർക്ക്? 2 തരം ഇൻക്രിമെൻ്റ് കൊടുക്കാൻ വകുപ്പുണ്ടോ? വകുപ്പില്ല. ഈ ശ്രീ DS നീലകണ്ഠനെ നിയമിച്ചപ്പോൾ ധനകാര്യ വകുപ്പിൻ്റെ അനുമതി വാങ്ങിയിട്ടുണ്ടോ? വാങ്ങിയിട്ടില്ല. സർക്കാരിൻ്റെ അനുമതി വാങ്ങിയിട്ടുണ്ടോ? സർക്കാരിൻ്റെ അനുമതി വാങ്ങിയിട്ടില്ല. 5 വർഷത്തേക്ക് തുടർച്ചയായി കോൺട്രാക്റ്റ് കൊടുക്കാൻ, കരാറുണ്ടാക്കാൻ സർക്കാരിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശം കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടില്ല. അപ്പോൾ സർക്കാരിൽ നിന്ന് അനുമതി വാങ്ങാതെ ശ്രീ കോടിയേരി ബാലകൃഷ്ണന് താല്പര്യമുണ്ട് എന്ന ഒറ്റ കാരണം കൊണ്ട് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്ന, നേരത്തെ അദ്ദേഹം അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിയാണ് എന്നാണ് എനിക്ക് ഓർമ്മ, ആഭ്യന്തരമന്ത്രിയായിരിക്കെ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ്റെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി എന്നാണ് ഓർമ്മ. അദ്ദേഹത്തെ KT ജലീൽ മന്ത്രിയാകുമ്പോൾ അദ്ദേഹത്തെ നിയന്ത്രിക്കാനും ഭരണം നടത്താനുമാണ് രാഘവനെ തന്നെ അവിടെ നിയമിച്ചത്. അത് തിരുവനന്തപുരത്തെ മാധ്യമപ്രവർത്തകർക്കൊക്കെ അറിയാം. KT ജലീലിന് ആ വകുപ്പിൽ ആകെയുണ്ടായിരുന്ന അധികാരം എന്ന് പറയുന്നത് ഇതുപോലെ KT അദീബിനെ പോലെ വല്ല ചെറിയ നിയമനങ്ങളൊക്കെ നടത്തുക, അതുപോലെ ഈ മൈനോറിറ്റി ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ വല്ല INL-ൻ്റെയോ അതുപോലെ KT ജലീലുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും മുതലാളിമാരുടെയൊക്കെ ഈ അക്ബറിനെയൊക്കെ നിയമിച്ചതുപോലെ ചില ആളുകളെ നിയമിക്കുക, വഖഫ് ബോർഡിലൊക്കെ ചില ആളുകളെ നിയമിക്കുക. അങ്ങനെ പരിമിതമായ അധികാരം മാത്രമേ അദ്ദേഹത്തിനുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ള നിയമനങ്ങളൊക്കെ നടത്തിയത് അത് ആ വകുപ്പ് തന്നെ നിയന്ത്രിച്ചിരുന്നത് ഈ രാഘവനായിരുന്നു.
അപ്പോൾ ഇക്കാര്യം പൊതുജനങ്ങൾ അറിഞ്ഞാൽ ഈ ബന്ധു നിയമനത്തിൻ്റെ പേരിൽ ഞാൻ രാജിവെച്ചാൽ അതിനേറെ പ്രതിരോധത്തിൽ പാർട്ടി CPM-ഉം CPI-യും ഒക്കെ ആകും എന്ന് ഭംഗ്യന്തരേണ ഒരു ബ്ലാക്ക് മെയിൽ എന്ന രൂപേണ ശ്രീ കോടിയേരി ബാലകൃഷ്ണനെ ധരിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടി ശ്രീ KT ജലീലിനെ സംരക്ഷിക്കാൻ വേണ്ടി തയ്യാറായത് എന്നുള്ളതാണ് വ്യക്തമായിട്ടുള്ളത്. അതിൻ്റെ മുഴുവൻ തെളിവുകളും രേഖകളായിട്ടാണ് മാധ്യമങ്ങളുടെ മുമ്പാകെ സർക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത്. ഏതെങ്കിലും നിലക്ക് സംശയമുണ്ടെങ്കിൽ അതിൻ്റെ സർക്കാർ ഉത്തരവിൻ്റെയോ അല്ലെങ്കിൽ ഈ ഇൻഫർമേഷൻ കേരള മിഷൻ തയ്യാറാക്കിയിട്ടുള്ള ഏതെങ്കിലും ഉത്തരവിൻ്റെയോ കോപ്പികൾ അതിൽ ലഭ്യമാകാത്തതുണ്ടെങ്കിൽ അതുകൂടി വിതരണം ചെയ്യാൻ വേണ്ടി തയ്യാറാണ്. കാരണം ഇത് വലിയ ഒരു കെട്ട് നോട്ടാണ്. അതിൽ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട നോട്ടുകളാണ് നിങ്ങൾക്ക് വിതരണം ചെയ്യാൻ വേണ്ടി ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. വളരെ കൃത്യമാണ്. കാരണം നേരത്തെ അങ്ങനെ ഒരു പോസ്റ്റ് ഇല്ല. ഈ ക്യാബിനറ്റ് തയ്യാറാക്കിയ നോട്ടിലോ നേരത്തെയുള്ള സർക്കാർ ഉത്തരവിലോ ഈ ഡെപ്യൂട്ടി ഡയറക്ടർ ടെക്നിക്കൽ എന്നൊരു പോസ്റ്റേ ഇല്ല. നേരത്തെ അവിടെ ഉണ്ടായിരുന്നത് ടെക്നിക്കൽ ഡയറക്ടർ എന്ന പോസ്റ്റാണ്. ആ പോസ്റ്റിലേക്കാണ് അപേക്ഷ എണിച്ചത്. ആ പോസ്റ്റിലേക്ക് അപേക്ഷ എണിച്ചപ്പോൾ 2 പ്രശ്നം ഉണ്ടായി. ഒന്ന്, ഇവർ മനസ്സിൽ കണ്ട ശ്രീ നീലകണ്ഠൻ DS-ന് അപേക്ഷ കൊടുക്കാൻ കഴിഞ്ഞില്ല. കാരണം അദ്ദേഹത്തിന് അവിടുന്ന് നേരത്തെ ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുന്ന അദ്ദേഹത്തിന് അവിടുന്ന് വിടുതൽ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഇവരുടെ നിർഭാഗ്യം അവിടെയല്ല. ഏറ്റവും യോഗ്യതയുള്ള ഒരാൾ അപേക്ഷയും കൊടുത്തു. ഈ മുഹമ്മദ് അസീർ എന്ന് പറയുന്ന 20 വർഷം സർവീസുള്ള സർക്കാർ ജീവനക്കാരൻ. അപ്പോൾ അദ്ദേഹത്തിന് ഡെപ്യൂട്ടേഷൻ വഴി കൊണ്ടുവന്നാൽ മതി. ഡെപ്യൂട്ടേഷനായി ഒരാളുണ്ടാകുമ്പോൾ അദ്ദേഹത്തിനാണ് മുൻഗണന കൊടുക്കേണ്ടത്. കാരണം സർക്കാരിന് സാമ്പത്തിക ബാധ്യതയില്ല. അപ്പോൾ ആ പോസ്റ്റ് പിന്നെ ഇവരൊന്നും ചെയ്തില്ല. ആ പോസ്റ്റിലേക്ക് ആരും നിയമിച്ചില്ല. എന്നിട്ടാണ് ഇവർ വേറെ ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അതെങ്ങനെ ക്രിയേറ്റ് ചെയ്തു എന്നൊന്നും അറിയില്ല. ഒരു പത്രപരസ്യം. ആ പത്രപരസ്യം കൊടുക്കുന്നത് 24/5/2017 എല്ലാ പത്രങ്ങളിലും പരസ്യം ഉണ്ടായിരുന്നു. പക്ഷെ ആ പരസ്യം കണ്ടാൽ അത് രസകരമായ കാര്യം, പരസ്യത്തിനകത്ത് എത്ര വർഷം കോൺട്രാക്റ്റ് എന്നൊന്നും പറയുന്നില്ല. 1 ലക്ഷം ശമ്പളത്തിൽ ഇങ്ങനെ ഡെപ്യൂട്ടേഷൻ വഴിയോ കരാർ അടിസ്ഥാനത്തിലോ വരാൻ വേണ്ടി ആരെങ്കിലും തയ്യാറുണ്ടോ എന്ന് ചോദിച്ചാണ് പരസ്യം. 5 വർഷം എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം 5 വർഷം എന്ന് പറഞ്ഞൊരു കരാറില്ല. സർക്കാരിൻ്റെ കരാർ മുഴുവൻ 1 വർഷമാണ്. പിന്നെ ചിലപ്പോൾ 1 വർഷം കഴിഞ്ഞാൽ കരാർ പുതുക്കി കൊടുക്കും. കാരണം 5 വർഷം കരാർ കൊടുത്താൽ 5 വർഷമൊക്കെ ഒരാളെ കരാർ അടിസ്ഥാനത്തിൽ കൊണ്ടുവന്നാൽ അദ്ദേഹത്തെ ചിലപ്പോൾ കോടതിയിൽ പോയാൽ പെർമനൻ്റ് ആക്കേണ്ടി വരും. അതുകൊണ്ടാണ് സാധാരണഗതിയിൽ സർക്കാർ അങ്ങനെ ചെയ്യാതിരിക്കുന്നത്. പക്ഷേ ഇദ്ദേഹത്തെ പെർമനൻ്റ് ആക്കണമെന്ന് ഉദ്ദേശിച്ച് കാണും. അപ്പം 5 വർഷം കരാർ അടിസ്ഥാനത്തിൽ, അതും 6 അക്ക ശമ്പളം. 5 അക്ക ശമ്പളം എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പോഴത്തെ കാലത്ത് തന്നെ വലിയ ശമ്പളമാണ്. അതാണ് 1,14,000 ഇപ്പോൾ അദ്ദേഹം ശമ്പളം വാങ്ങുന്നു. ഇനി അദ്ദേഹം 5 വർഷമാകുമ്പോഴേക്ക് ഏതാണ്ട് 2 ലക്ഷത്തിൻ്റെ താഴെ അദ്ദേഹത്തിന് ശമ്പളം കിട്ടുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. ഇത്ര ഉന്നതമായ ശമ്പളം കൊടുത്തിട്ടാണ് സർക്കാരിൻ്റെ എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും മറികടന്നുകൊണ്ട് കോടിയേരി ബാലകൃഷ്ണൻ്റെ ഇഷ്ടക്കാരനാണ്, CPM-ൻ്റെയും CPI-യുടെയും നേതാക്കളുടെ ബന്ധുവാണ് എന്ന ഒറ്റ കാരണം കൊണ്ട് ഈ നിയമനം നടത്തിയത്. ഇത് മനസ്സിലാക്കി എന്നത് മാത്രമാണ് KT ജലീലിന് ആ മന്ത്രി കസേരയിൽ തുടരാൻ വേണ്ടി പാർട്ടി സംരക്ഷിക്കാനുള്ള ഏക കാരണമായി ഇപ്പോൾ അവശേഷിക്കുന്നത്. അതല്ലെങ്കിൽ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ മറുപടി പറയട്ടെ. KT ജലീൽ എന്നെ കണ്ടപ്പോൾ ഇക്കാര്യം പറഞ്ഞിട്ടേ ഇല്ല എന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറയട്ടെ. കോലിക്കോട് കൃഷ്ണനായരുടെ ബന്ധുവിനെ, ദാമോദരൻ നായരുടെ മകനെ ചട്ടങ്ങളും നിയമങ്ങളും മറികടന്നിട്ടല്ല നിയമിച്ചത് എന്ന് പറയട്ടെ. KT ജലീൽ പോലും അറിയാതെയാണ്, ഫയൽ കാണാതെയാണ് കോഴിക്കോട് ജില്ലാ കളക്ടറായ, നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ കോഴിക്കോട് ജില്ലാ കളക്ടറെ കണ്ടാൽ അദ്ദേഹത്തിൻ്റെ മറുപടി ലഭ്യമാകും, ശ്രീ സാംബറാവു IAS പറയട്ടെ. അതിൻ്റെ പ്രത്യുപകാരമായിട്ടാണ് കോഴിക്കോട്ടേക്ക് അദ്ദേഹത്തെ കളക്ടറായി കൊണ്ടുവന്നതെന്ന് പോലും അറിയില്ല. ഇങ്ങനെ ഇഷ്ടങ്ങളൊക്കെ നടത്തിക്കൊടുത്തതിൻ്റെ ഒരു പ്രത്യുപകാരമാണോ എന്നറിയില്ല. ഏതായാലും രാഘവനും കോഴിക്കോട് ജില്ലാ കളക്ടറും ഇപ്പോൾ ജില്ലാ കളക്ടറായ ശ്രീ സാംബറാവു IAS ഒക്കെ ചേർന്നുകൊണ്ട് നടത്തിയിട്ടുള്ള അനധികൃതമായ ഒരു നിയമനമാണ് ഈ കോലിക്കോട് കൃഷ്ണൻ നായരുടെ സഹോദരൻ്റെ മകനായ ദാമോദരൻ നായരുടെ മകനായിട്ടുള്ള ശ്രീ DS നീലകണ്ഠൻ്റെത് എന്ന് സോളിഡായ ഡോക്യുമെൻറ്റുകളാണ് നിങ്ങളുടെ മുമ്പാകെ ഈ പത്രസമ്മേളനം കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്നത്. അത് വിതരണം ചെയ്യാം.
മുഖ്യമന്ത്രി ഇദ്ദേഹത്തിൻ്റെ ശമ്പളത്തിൻ്റെ കാര്യം അറിയും. നമ്മൾ രേഖകൾ വെച്ചാണല്ലോ നോക്കേണ്ടത്. 30/8/2018 ക്യാബിനറ്റ് യോഗത്തിൽ ഇത് വന്നിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ശമ്പളം 1 ലക്ഷം ആക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. നേരത്തെ അത് 80,000 ആയിരുന്നു. നേരത്തെ സർക്കാർ ഉത്തരവിൻ്റെ കോപ്പി നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് അത് 80,000 ആയിരുന്നു. ആ 80,000 30/8. ഇത് മന്ത്രിസഭാ യോഗ തീരുമാനമാണ്. അത് വെബ്സൈറ്റിൽ കൊടുക്കുന്ന മന്ത്രിസഭാ യോഗ 30/8/2017 ഈ മന്ത്രിസഭ നടക്കുന്നത്. അതിനകത്ത് മന്ത്രിസഭാ തീരുമാനമായി മുഖ്യമന്ത്രി കൊടുത്ത വിശദീകരണത്തിൽ പറയുന്നത് ഇൻഫർമേഷൻ കേരള മിഷന്റെ പുനരുദ്ധാരണവും ശമ്പള പരിഷ്കരണവും സംബന്ധിച്ച ശുപാർശകൾ ധനവകുപ്പിന്റെ നിബന്ധനകൾക്ക് വിധേയമായി നടപ്പാക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ ഈ 80,000 1 ലക്ഷമാക്കാൻ തീരുമാനിക്കുന്നത് തന്നെ ധനവകുപ്പിന്റെ നിബന്ധനകൾക്ക് വിധേയമായിട്ടാണ്. എന്നാൽ എൻ്റെ ചോദ്യത്തിന് മറുപടിയായി IKM തന്നത് ധനകാര്യ വകുപ്പിൽ നിന്ന് യാതൊരു തരത്തിലും ഈ ഫയൽ കണ്ടിട്ടില്ല എന്നാണ്. അപ്പോൾ ധനകാര്യ വകുപ്പ് കണ്ടിട്ടില്ല. മന്ത്രിസഭാ യോഗ തീരുമാനം 1 ലക്ഷമാക്കുമ്പോൾ തന്നെ ധനകാര്യ വകുപ്പ് കാണണമെന്ന് പറയുന്നുണ്ട്. ധനകാര്യ വകുപ്പ് 1 ലക്ഷമാക്കാൻ തന്നെ കണ്ടിട്ടില്ല. പിന്നെ 10% ഇൻക്രിമെൻ്റ് കൂട്ടാൻ വേണ്ടി ചോദിച്ചപ്പോൾ അതും കണ്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനെ തൻ്റെ വകുപ്പിന് കീഴിൽ നടന്നു എന്ന കാര്യം അറിയുമ്പോൾ അതുമായി താരതമ്യം ചെയ്യുമ്പോൾ KT ജലീൽ തന്നെ പറയുന്ന വാദമെടുത്ത് പരിശോധിച്ചാൽ അത്ര ഗൗരവമായ ഒരു തെറ്റല്ല ഞാൻ ചെയ്തത് എന്നാണ് അദ്ദേഹം ശ്രീ കോടിയേരി ബാലകൃഷ്ണനെ ബോധ്യപ്പെടുത്തിയത്. കാരണം അതൊരു വർഷത്തേക്കാണ് 80,000-ത്തിനാണ്. ഇത് 5 വർഷത്തേക്കാണ് 1 ലക്ഷമാണ്. ഓരോ വർഷവും 10,000, പിന്നെ അത് 10% അത് 11,000 ആവും. തൊട്ടടുത്ത വർഷം വീണ്ടും കൂടും. അങ്ങനെ കൂടി 2 ലക്ഷം ആകുന്ന ഒരു അവസ്ഥയുണ്ടാവും. അപ്പോൾ ഇതിന് ഇങ്ങനെയൊക്കെ വഴിവിട്ട നിയമനങ്ങൾ നടത്തി ഈ ഗവൺമെൻറ് മുമ്പോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇനിയെങ്കിലും ശ്രീ പിണറായി വിജയൻ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, അഴിമതിക്കെതിരായി വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുമെന്നാണ് ഈ ഗവൺമെൻറ് അധികാരം ഏറ്റെടുത്ത ഉടനെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പ്രസ്താവനയിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലും അക്കാര്യം അദ്ദേഹം ആവർത്തിച്ചിട്ടുണ്ട്. ഇത്ര വ്യക്തമായ അഴിമതിയും സ്വജനപക്ഷപാതവും ഒക്കെ ഈ ഭരണത്തിൻ്റെ കീഴിൽ നടക്കുമ്പോൾ ഇനിയെങ്കിലും വാ തുറന്ന് സംസാരിക്കാൻ ശ്രീ പിണറായി വിജയൻ തയ്യാറാകണം. ഈ നിയമനങ്ങളെ സംബന്ധിച്ചും ഞങ്ങൾ നിയമപരമായ നീക്കങ്ങളുമായി രംഗത്ത് വരും, പരാതിയുമായി രംഗത്ത് വരും. വരും ദിവസങ്ങളിൽ അത് സംബന്ധിച്ചുള്ള വിശദീകരണവും നിങ്ങൾക്ക് നൽകുന്നതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ നേരത്തെ പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്ന രാഘവൻ, ഇത് കൃത്യമായ ഒരു അന്വേഷണം നടത്തിയ ബോധ്യമാകും. കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു, വേണമെങ്കിൽ എനിക്ക് ഈ CPM-നും CPI-ക്കും ജലീൽ ചെയ്തു കൊടുത്തൊരു ഉപകാരത്തിൻ്റെ പ്രത്യുപകാരമായിട്ടാണ് KT ജലീലിൻ്റെ ബന്ധു നിയമന വിവാദം ഉയർന്നു വന്നപ്പോൾ ജലീലിന് സംരക്ഷണം കൊടുക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. പക്ഷേ ജലീൽ ഇക്കാര്യം അറിയില്ല. നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാമായിരുന്നു. ഇത് കൃത്യമായ സോഴ്സാണ്. അത് ജലീലിൻ്റെ തന്നെ ഓഫീസിൽ നിന്ന് ലഭിച്ച സോഴ്സാണ്. ആ സോഴ്സ് ഇതുവരെ തെറ്റിയിട്ടില്ല. ഈ സോഴ്സും തെറ്റല്ല എന്നതിൻ്റെ ആധികാരികമായിട്ടുള്ള സോളിഡായിട്ടുള്ള ഡോക്യുമെൻറ്റുകളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ വിവരാവകാശ പ്രകാരം ചോദിച്ചപ്പോൾ അതിനും കൃത്യമായ മറുപടി കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം വെച്ചിട്ടാണ് കോടിയേരി ബാലകൃഷ്ണൻ രാഘവൻ മുഖാന്തരം ശ്രീ സാംബറാവ് IAS-നെ നിർദ്ദേശം കൊടുത്തത് പ്രകാരമാണ് ഈ നിയമനം നടത്തിയതെന്ന് പറയുന്നത്. അപ്പോൾ അത് ആരോപണം മാത്രമല്ല, അതിന് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. ഈ ഡോക്യുമെൻറ്റ്സും ഈ സോഴ്സും എല്ലാം കൂടി ചേർത്ത് വായിച്ചാൽ വളരെ കൃത്യമായി നമുക്ക് ബോധ്യമാകും ഇത് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ മുഖാന്തരം നടത്തിയിട്ടുള്ള നിയമനമാണെന്ന്. ഇനി അതല്ലെങ്കിൽ അവർ പറയട്ടെ, അദ്ദേഹത്തിന് പങ്കില്ല, കോടിയേരി ബാലകൃഷ്ണന് പങ്കില്ല, ഇത് ശ്രീ സാംബറാവ് IAS മാത്രമാണ് ഇതിന് ഉത്തരവാദി, അല്ലെങ്കിൽ ശ്രീ രാഘവൻ മാത്രമാണ് ഇത് ഉത്തരവാദി, അല്ലെങ്കിൽ മന്ത്രിയാണ് ഇതിൻ്റെ ഉത്തരവാദി, ആ വകുപ്പിന് ചുമതലയുള്ള മന്ത്രിയാണ് ഉത്തരവാദി. ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ പറയട്ടെ. പാർട്ടി താല്പര്യമാണ്.
അതെ അതെ അല്ല, അതൊക്കെ നമുക്ക് പിന്നെ പറയാൻ കഴിയില്ല. ഈ ലക്ഷ്മി നായരുടെ പിന്നെ ഇളയച്ചൻ്റെ മകനാണ് അദ്ദേഹം. ഈ ലോ അക്കാദമി പ്രിൻസിപ്പൽ ലക്ഷ്മി നായരുടെ ഇളയച്ചൻ്റെ മകൻ കൂടിയാണ് ഈ നീലകണ്ഠൻ DS. അങ്ങനെയൊക്കെയുള്ള പരസ്പര ബന്ധമുണ്ട്. അപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ ഇവരുമായി അടുത്ത ബന്ധമുള്ള ആളാണ്. ഒരുപക്ഷെ ബന്ധത്തിൻ്റെ പേരിൽ മാത്രം ആയിക്കൊള്ളുന്നില്ല, പാർട്ടി തീരുമാനമായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ നിർത്തത്. അതൊക്കെ അന്വേഷണത്തിലൂടെ വ്യക്തമാവുള്ളൂ. ഇത് കോടിയേരി ബാലകൃഷ്ണൻ്റെ മാത്രം വ്യക്തിപരമായ താല്പര്യമാണോ, അതല്ലെങ്കിൽ പാർട്ടി ഇടപെട്ട് തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു നിയമനമാണോ? കാരണം ഇതൊരു ചെറിയ നിയമനമല്ല, ഇതൊരു വലിയ ശമ്പളമുള്ള കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾ മുഴുവനും. എന്നാൽ ഏറ്റവും വേറൊരു കാര്യം ഞാൻ ചോദിച്ചു, ഇദ്ദേഹം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇദ്ദേഹം ഈ ജോലി ചെയ്ത് ഈ അപ്പോയിൻമെൻറ്റ് കിട്ടിയതിന് ശേഷം ഇത്രയും വർഷത്തിനിടയിൽ ഇദ്ദേഹം ചെയ്ത എന്തെങ്കിലും ആക്ടിവിറ്റിയെ സംബന്ധിച്ച് എന്തെങ്കിലും റിപ്പോർട്ട് നൽകിയിട്ടുണ്ടോ എന്ന ചോദ്യം ചോദിച്ചപ്പോൾ ഒരു ആക്ടിവിറ്റി ഇദ്ദേഹം ചെയ്തതായി റിപ്പോർട്ടില്ല എന്നാണ്. അപ്പോൾ ഇദ്ദേഹം ഒരു വർക്കും ചെയ്തിട്ടില്ല. ഇദ്ദേഹം ഇപ്പോൾ ഈ ലോ അക്കാദമിയിൽ ക്ലാസ്സിന് പോകുന്നുണ്ട്. അപ്പോൾ ശമ്പളം അവിടുന്ന് കിട്ടും. ലോ അക്കാദമിയിൽ ഇദ്ദേഹം LLBക്ക് ക്ലാസ്സിന് പോകുന്നുണ്ട്. അപ്പോൾ വളരെ സുന്ദരമായ ഒരു ഏർപ്പാടാണ് ഇതൊക്കെ. ഈ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വളരെ വേണ്ടപ്പെട്ടവർക്കൊക്കെ ഇങ്ങനെയുള്ള വലിയ സൗകര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു സംവിധാനമായി സർക്കാർ ഭരണകൂടം മാറുകയാണ്. ഇത് കൃത്യമായ വിവരാവകാശ പ്രകാരമുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണ്. ഇത് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ഇത്രയും വർഷത്തിനിടയിൽ ഒരു ഇൻക്രിമെൻ്റ് ഒക്കെ കൂട്ടിക്കൊടുക്കണമെങ്കിൽ, അതും 10% ഇൻക്രിമെൻ്റ് കൂട്ടിക്കൊടുക്കണമെങ്കിൽ ഇദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാവണ്ടേ? ആ ചോദ്യത്തിന് ഒരു ആക്ടിവിറ്റി റിപ്പോർട്ട് ഇദ്ദേഹം നൽകിയിട്ടില്ല എന്ന് എനിക്ക് കൃത്യമായ മറുപടി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇക്കാര്യത്തിൽ മാധ്യമങ്ങളുടെ സഹായം കൂടി തേടുകയാണ്. കാരണം ഇതൊക്കെ അംഗീകരിച്ചു കൊടുത്താൽ ഭാവിയിൽ ഇത് ആരും ആവർത്തിക്കുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്തുണ്ടാകും. ഈ അനധികൃത നിയമനങ്ങളൊക്കെ, ഈ തെറ്റായ നിയമനങ്ങളൊക്കെ ഇതോടുകൂടി അവസാനിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. ഇക്കാര്യത്തിൽ മാധ്യമങ്ങളുടെ ഒരു പിന്തുണ കൂടി, ഇത് കാണുന്ന പൊതുസമൂഹത്തിൻ്റെ പിന്തുണ കൂടി തേടുകയാണ്. അതെ അതാണ് ഞാൻ അതിനകത്ത് നിങ്ങൾക്ക് മാർക്ക് ഷീറ്റ് നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ട്. ആ മാർക്ക് ഷീറ്റിനകത്ത് ഈ സന്തോഷ് മേലക്കളത്തിൽ അദ്ദേഹത്തിനാണ് കൂടുതൽ ക്വാളിഫിക്കേഷൻ ഉള്ളത്. നിങ്ങൾ യോഗ്യതയുടെ കാര്യമാണ് പറയണമെങ്കിൽ അദ്ദേഹത്തിന് B ഉണ്ട്, അദ്ദേഹത്തിന് MBA ഉണ്ട്, അദ്ദേഹത്തിന് PMP ഉണ്ട്. എന്നാൽ ഇദ്ദേഹത്തിന് ആ യോഗ്യത ഇല്ല, അദ്ദേഹത്തിന് B MBA മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് 10 മാർക്ക് കൊടുക്കാതെ നിവൃത്തിയില്ല. കാരണം അദ്ദേഹത്തിന് യോഗ്യത ഉണ്ടാകുമ്പോൾ അത് അദ്ദേഹത്തിന് മാർക്ക് കുറയ്ക്കാൻ കഴിയില്ലല്ലോ, അത് ഔദാര്യമല്ലല്ലോ. അതേ സമയത്ത് 17 വർഷം ഇദ്ദേഹത്തിന് എക്സ്പീരിയൻസ്, ഇദ്ദേഹത്തിന് 17 വർഷം എക്സ്പീരിയൻസ്. അവിടെ നോക്കുക, അവിടെ 8 മാർക്ക് ഇദ്ദേഹത്തിന് 9 മാർക്ക്. പിന്നെ ഇൻ്റർവ്യൂവിൽ നോക്കുമ്പോൾ ഇത്രയും യോഗ്യതയുള്ള വ്യക്തിക്ക് 23 മാർക്കാക്കി കുറയ്ക്കുന്നു, എന്നിട്ട് ഇദ്ദേഹത്തിന് 26 മാർക്കാക്കി കൂട്ടുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 4 മാർക്ക് ഇദ്ദേഹത്തിന് കൂടുതൽ. ആ 4 മാർക്ക് കൂടുതൽ കൊടുക്കുമ്പോഴാണ് ഇദ്ദേഹത്തെ 1-ാം റാങ്കുകാരനാക്കാൻ കഴിയുന്നുള്ളൂ. ഇപ്പോൾ യോഗ്യതയുള്ള ആളെ തഴയാൻ പാടില്ല എന്നാണെങ്കിൽ, ഒന്ന് യോഗ്യത അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം ആദ്യം ബാക്കിയുണ്ട്. നേരത്തെ മുഹമ്മദ് അസീറിനെ എന്തിനാണ് തഴഞ്ഞത്? യോഗ്യതയുള്ള, സർക്കാരിന് യാതൊരു തരത്തിൽ ബാധ്യതയില്ലാത്ത, ഡെപ്യൂട്ടേഷൻ വഴി വരാൻ കഴിയുമായിരുന്ന ഒരാളെ, മുഹമ്മദ് അസീർ എന്ന് പറഞ്ഞ ആളെ, അദ്ദേഹം സർക്കാരിൻ്റെ എത്രയോ ഉയർന്ന സ്ഥാപനങ്ങളിൽ, അദ്ദേഹത്തിൻ്റെ ബയോഡാറ്റയുടെ കോപ്പി വേണമെങ്കിലും ഞാൻ നിങ്ങൾക്ക് നൽകാം. ഇപ്പോൾ നിങ്ങൾക്ക് നൽകിയതിൽ ആ കോപ്പി ഇല്ല, വേണമെങ്കിൽ ആ കോപ്പി ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. അത് ക്രിയേറ്റ് ചെയ്താണ്. അതിനെ സംബന്ധിച്ച് യാതൊരു വിവരമില്ല. നേരത്തെയുള്ള പോസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ അങ്ങനെ ഒരു പോസ്റ്റേ അവിടെ ഇല്ല. 1/4/2017 ഈ ഡെപ്യൂട്ടി ഡയറക്ടർ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻ്റ് ആണ് ഈ ഡെപ്യൂട്ടി ഡയറക്ടർ ടെക്നിക്കൽ എന്നാണ് ഇവർ പറയുന്നത്. അതും നിങ്ങൾ കണ്ടു കാണും. അതിനകത്ത് തൊട്ടടുത്തൊരു പോസ്റ്റ് ഉണ്ട്, സെയിം പോസ്റ്റാണ്, ഡെപ്യൂട്ടി ഡയറക്ടർ. അതിന് ഈ സ്പെസിഫിക്കേഷൻ മാത്രമേ മാറ്റുള്ളൂ. അദ്ദേഹത്തിൻ്റെ ശമ്പളം നോക്കൂ, 80,000 ഉള്ളൂ. അപ്പോൾ ഒരേ പോസ്റ്റിൽ തന്നെ 2 ശമ്പളം. ആ പോസ്റ്റിൽ ആരെയും എടുത്തിട്ടൊന്നുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പുതുതായി സൃഷ്ടിക്കപ്പെട്ടതാണ്. കാരണം നേരത്തെ അങ്ങനെ ഒരു പോസ്റ്റ് ഇല്ല അവിടെ. നേരത്തെ പോസ്റ്റ് ഇല്ല എന്ന് മാത്രമല്ല, നേരത്തെ ഉള്ള പോസ്റ്റിലേക്കാണ് 1/4/2017 അപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്യുന്നത്. ആ പോസ്റ്റ് ടെക്നിക്കൽ ഡയറക്ടർ.
അത് ടെക്നിക്കൽ ഡയറക്ടറാണ്. ആ പോസ്റ്റിലേക്കാണ് ഈ മുഹമ്മദ് അസീർ അപ്ലൈ ചെയ്തത്. ഇവിടെയാണ് സത്യത്തിൽ നിയമിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ടെക്നിക്കൽ ഡയറക്ടറെ ആയിട്ടാണ് നിയമിക്കാൻ അദ്ദേഹത്തെ മനസ്സിൽ കണ്ടത്. പക്ഷേ ഇവരുടെ നിർഭാഗ്യത്തിന് ഒരാൾ ചാടിക്കൊരു അപേക്ഷ കൊടുത്തു. അദ്ദേഹം നോക്കുമ്പോൾ ഡെപ്യൂട്ടേഷനുമാണ്. അദ്ദേഹത്തെ മാറ്റി നിർത്താൻ ഒരു കാരണവും കാണുന്നില്ല. പിന്നെ ഇവർ ചെയ്തത് അത് അവിടെ വെച്ചു. എന്നിട്ട് വേറൊരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്തു. ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്തപ്പോൾ പിന്നെ ഇദ്ദേഹം അപേക്ഷ കൊടുക്കില്ല. കാരണം ഇദ്ദേഹത്തിൻ്റെ അപേക്ഷ നിരസിച്ചു ഒന്നും എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ. ഉണ്ട്. അതിൻ്റെ പത്രപരസ്യത്തിൻ്റെ കോപ്പിയെല്ലാം ഞാൻ നിങ്ങൾക്ക് തരാം. ഇപ്പോൾ തന്നതിലില്ല. ഇത്രയും കൂടുതൽ കോപ്പി എടുക്കാൻ സമയം കിട്ടാൻ താമസിച്ചുകൊണ്ടാണ്. അതിൻ്റെ രണ്ടിൻ്റെയും ആദ്യം കൊടുത്ത പത്രപരസ്യത്തിൻ്റെയും കോപ്പി നിങ്ങൾക്ക് തരാം, രണ്ടാമത് നൽകിയ പത്രപരസ്യത്തിൻ്റെയും കോപ്പി തരാം.